ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ റെയ്ഡ് പൂർത്തിയായി. ദേവസ്വം ആസ്ഥാനത്തെ പരിശോധന ഇന്ന് രാവിലെയോടെയാണ് അവസാനിച്ചത്. ബോർഡ് ആസ്ഥാനത്തെ പരിശോധന വീണ്ടും തുടർന്നേക്കും. അനന്തകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. അനന്തകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ ഇഡിയുടെ റെയ്ഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും എ പത്മകുമാറിൻ്റെയും അടക്കം വീടുകളിൽ, അവരുടെ കേന്ദ്രങ്ങളിലാണ് മറ്റൊന്ന് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ദേവസ്വം ആസ്ഥാനത്തും അവിടെ നിന്നും ചില രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണല്ലോ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അവിടെ നിന്നുള്ള രേഖകൾ എന്ത് തട്ടിപ്പിലേക്കൊക്കെ വഴിവെക്കുന്നതാണ്? ആ രേഖകൾ എന്തായിരിക്കും? മോത്തി, സ്വർണത്തിൻ്റെ വില ഇന്ന് 1.5 ലക്ഷം ലക്ഷ്യമിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിന് പവൻ 24,000 രൂപ വിലയുള്ള സമയത്ത് നടന്ന കൊള്ളയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ ശബരിമലയിലെ സ്വർണത്തിൻ്റെ വില പവൻ്റെ മാർക്കറ്റ് വിലയല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ കേസിലേക്കുമൊക്കെ പോയത്. ഏതായാലും ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രധാനമായ ഒരു റെയ്ഡ് തിരുവനന്തപുരത്ത് നടന്നു. 5 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, സഹോദരിയുടെ വീട്, അതുപോലെ തന്നെ എൻ വാസുവിൻ്റെ വീട്, എൻ വിജയകുമാറിൻ്റെ വീട്, അതിനൊപ്പം തന്നെ KS ബൈജുവിൻ്റെ വീട്, അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ടുള്ള 5 പേരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു റെയ്ഡ് നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത്, നന്തൻകോട്ടെ ആസ്ഥാനത്താണ്. ആ റെയ്ഡാണ് ഒരുപാട് നേരം നീണ്ടു നിന്നത്. ആ റെയ്ഡ് അവസാനിപ്പിച്ചപ്പോഴേക്കും ഏതാണ്ട് പുലർച്ചെ 4 മണിയായി. അവിടെ പ്രധാനമായും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചത് സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറമുള്ള ശബരിമലയിലെ ഇടപാടുകൾ സംബന്ധിച്ചാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ SITയും ദേവസ്വം വിജിലൻസും ഒക്കെ നേരത്തെ തന്നെ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ അവിടെ വഴിപാടുമായി ബന്ധപ്പെട്ട്, സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അലിഗേഷൻസ് നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് വിശദമായി പരിശോധിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിൻ്റെ പകർപ്പുകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തും. ശബരിമലയിലെ സ്ഥിരം സ്പോൺസർമാർ ആരൊക്കെയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന സ്പോൺസർമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുമാത്രം പണം ശബരിമലയിൽ ഈ വഴിപാടൊക്കെയുമായി ബന്ധപ്പെട്ട് അവിടെ ചിലവാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നത് ആ 18-ാം പടിക്ക് മുന്നിലെ വലിയ കൺസ്ട്രക്ഷൻ, ആ മാളിക പോലത്തെ കൺസ്ട്രക്ഷനൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ ചെയ്തതെന്നാണ്. അപ്പോൾ ഇയാൾക്ക് എവിടുന്നാണ്, ഇയാൾക്ക് 5 പൈസയുടെ വരുമാനമില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഇയാൾ ഈ പൈസയൊക്കെ ഉണ്ടാക്കിയത്, ഈ പൈസ എവിടുന്നാണ് അയാൾ സ്വരൂപിച്ചതെന്നൊക്കെയുള്ള അന്വേഷണമാണ് ഇഡിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്. കള്ളപ്പണ ഇടപാട് ഈ വഴിപാടുകൾക്ക് പിന്നിലുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ജാമ്യാപേക്ഷയിലുള്ള വാദം ഇന്നലെ കോടതി കേട്ടിരുന്നു. അത് സംബന്ധിച്ചുള്ള വിധി ഇന്ന് വരും. അത് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെട്ടത്. 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം വേണം എന്നുള്ളതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകരുടെ വാദം. ഏതായാലും ഇന്ന് അത് സംബന്ധിച്ച് കൊല്ലം വിജിലൻസ് കോടതി ഒരു ഉത്തരവ് പറയും. ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് എല്ലാ അഭിഭാഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ കട്ടളപ്പാളിയിലെ കേസിൽ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. അതുകൊണ്ട് ആ കേസിൽ കൂടി ജാമ്യം കിട്ടിയാലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ അതിന് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് പോലുള്ള നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അടുത്ത കാലത്തൊന്നും സാധ്യമാവുകയുമില്ല. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരിശോധന SITയുടെ ഭാഗത്ത് നിന്ന് ശബരിമല സന്നിധാനത്ത് ഇന്നലെ നടന്നിരുന്നത്. ഏതാണ്ട് 13 മണിക്കൂർ നീണ്ട പരിശോധനയാണ് നടന്നത്. അത് ശബരിമലയിലെ സ്റ്റോർ റൂമിലാണ് പരിശോധന നടത്തിയത്. അവിടെ ഈ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ വാതിൽ സമർപ്പിച്ചപ്പോൾ എടുത്തു മാറ്റിയ പഴയ വാതിൽ, അതിൻ്റെ അളവും അതിൻ്റെ സ്വർണത്തിൻ്റെ വ്യാപ്തിയും ഒക്കെയാണ് അവർ പരിശോധിച്ചത്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ കൂടി SIT സംഘത്തിനൊപ്പം പരിശോധനയിലുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന പഴയ കൊടിമരത്തിലെ അഷ്ടദിക്പാലകരുടെയും പ്രതിമകളും, ഒപ്പം തന്നെ അന്ന് ആ കൊടിമരത്തിൽ നിന്ന് ശേഖരിച്ച പറയും, സ്വർണ്ണം പൂശിയ പറയും ഒക്കെ ഈ SIT പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആ പരിശോധന സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT സമർപ്പിക്കും.